എല്ലാവർക്കും ദ്രോണയുടെ സ്വാഗതം. വരുന്ന LGS LDC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതുമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചൗസ യുദ്ധം ആരെല്ലാം തമ്മിൽ ആയിരുന്നു? ചൗസ യുദ്ധം ആരെല്ലാം തമ്മിൽ ആയിരുന്നു? ഹുമയൂണും ഷെർഷയും തമ്മിലാണ് ചൗസ യുദ്ധം നടന്നത്. ഏത് കോട്ട പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഷെർഷ കൊല്ലപ്പെട്ടത്? ഏത് കോട്ട പിടിച്ചെടുക്കുന്ന ശ്രമത്തിലാണ് ഷെർഷ കൊല്ലപ്പെട്ടത്? കലിഞ്ചർ കോട്ട. കലിഞ്ചർ കോട്ട. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആരാണ്? മോഹൻ റോയ് ആണ്. മോഹൻ റോയ്. മോഹൻ റോയ് ജനിച്ചത് എന്ന് ആണ്? 1772 ആണ്. ബംഗാളിലെ രാധാനഗറിൽ ആണ്. ബംഗാളിലെ രാധാനഗറിൽ 1772 മോഹൻ റോയ് ജനിക്കുന്നത്. സംവാദ് കൗമുദി എന്ന ബംഗാളി പത്രം ആരംഭിച്ചത് ആര്? സംവാദ് കൗമുദി എന്ന ബംഗാളി പത്രം ആരംഭിച്ചത് ആര്? മോഹൻ റോയ് ആണ്. 1821 മോഹൻ റോയ് ആണ് സംവാദ് കൗമുദി എന്ന പത്രം ആരംഭിക്കുന്നത്. ആത്മീയ സഭയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ആത്മീയ സഭയ്ക്ക് രൂപം നൽകിയത് മോഹൻ റോയ് ആണ്. 1814 1814 മോഹൻ റോയ് അന്തരിച്ചത് എവിടെ വെച്ചാണ്? മോഹൻ റോയ് അന്തരിച്ചത് എവിടെ വെച്ചാണ്? ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ചാണ്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ചാണ് മോഹൻ റോയ് അന്തരിച്ചത്. 1833 ആണ് മോഹൻ റോയ് അന്തരിക്കുന്നത്. 1833 മോഹൻ റോയ് അന്തരിക്കുന്നത്. കലിംഗ യുദ്ധ സമയത്തെ കലിംഗ രാജാവ് ആരായിരുന്നു? കരവേലൻ ആയിരുന്നു. കരവേലൻ. കലിംഗ യുദ്ധ സമയത്തെ കലിംഗ രാജാവ് കരവേലൻ ആയിരുന്നു. കരവേലൻ. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച സഞ്ചാരികൾ ആരൊക്കെയാണ്? വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച സഞ്ചാരികൾ നിക്കോളോ കോണ്ടിയും അബ്ദുൾ റസാഖും ആണ്. നിക്കോളോ കോണ്ടിയും അബ്ദുൾ റസാഖും ആണ്. ഹരിഹരന്റെയും ബുക്കന്റെയും ഗുരു ആരായിരുന്നു? വിദ്യാരണ്യ ആയിരുന്നു. ഹരിഹരന്റെയും ബുക്കന്റെയും ഗുരു വിദ്യാരണ്യ ആയിരുന്നു. ചോളഗംഗം എന്ന ജലസംഭരണിക്ക് രൂപം നൽകിയത് ആരാണ്? ചോളഗംഗം എന്ന ജലസംഭരണിക്ക് രൂപം നൽകിയത് ആരാണ്? രാജേന്ദ്ര ചോളൻ ആണ്. രാജേന്ദ്ര ചോളൻ ആണ്. രക്തം കട്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന മൂലകം. രക്തം കട്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന മൂലകം കാൽസ്യം ആണ്. രക്തം കട്ടിപിടിക്കാൻ വൈകുന്ന അവസ്ഥയെ എന്തെന്നറിയപ്പെടുന്നു? രക്തം കട്ടിപിടിക്കാൻ വൈകുന്ന അവസ്ഥയെ ഹീമോഫീലിയ എന്നാണ് അറിയപ്പെടുന്നത്. ഹീമോഫീലിയ. ഫാക്സിമിലി സംവിധാനം ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഫാക്സിമിലി സംവിധാനം പത്രങ്ങൾ അച്ചടിക്കുന്ന സംവിധാനമാണ് ഫാക്സിമിലി. ഫാക്സ് സംവിധാനത്തിലൂടെ വാർത്തകൾ കൈമാറ്റം ചെയ്ത് അത് പ്രിന്റ് ചെയ്യുന്ന സംവിധാനമാണ്. അത് മലയാള മനോരമയിലാണ് ആദ്യം ആരംഭിക്കുന്നത്. ഫാക്സിമിലി സമ്പ്രദായം. നാവികസേനയിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ഏതാണ്? നാവികസേനയിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ഏതാണ്? അഡ്മിറൽ ആണ്. അഡ്മിറൽ. വ്യോമസേനയിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ഏതാണ്? എയർ ചീഫ് മാർഷൽ ആണ്. എയർ ചീഫ് മാർഷൽ. ആറ്റത്തെ ആദ്യമായി വിഭജിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റത്തെ ആദ്യമായി വിഭജിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റൂദർഫോർഡ് ആണ്. പാണ്ഡവപുരം ആരുടെ കൃതിയാണ്? പാണ്ഡവപുരം ആരുടെ കൃതിയാണ്? സേതുവിന്റെ. സേതു. ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത് എന്ന് എവിടെ വെച്ച് ആണ്? ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത് എന്ന് എവിടെ വെച്ചാണ്? 1975 ഇംഗ്ലണ്ടിൽ വെച്ച് ആണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന അംഗീകരിച്ചത് എന്ന്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 ആണ്. ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ആദ്യ പല്ലവ വംശം സ്ഥാപിച്ചത് ആരാണ്? ആദ്യ പല്ലവ വംശം സ്ഥാപകൻ ആരാണ്? ശിവസ്കന്ദവർമ്മൻ ആണ്. ശിവസ്കന്ദവർമ്മൻ. പാർലമെന്റിന്റെ ഒരു സഭയിലും അംഗമാകാതെ, പാർലമെന്റിലെ ഒരു സഭയിൽ, ലോകസഭയിലോ രാജ്യസഭയിലോ അംഗമാകാതെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? ദേവഗൗഡ ആണ്. ദേവഗൗഡ.
ഷാജഹാന്റെ മറ്റു പേരുകൾ ഏതൊക്കെയായിരുന്നു? ഷാജഹാന്റെ മറ്റു പേരുകൾ ഖുറം, ഷഹാബുദ്ദീൻ എന്നിവയായിരുന്നു. ഖുറം, ഷഹാബുദ്ദീൻ എന്നിവയായിരുന്നു ഷാജഹാന്റെ മറ്റ് പേരുകൾ. ആവലാതി ചങ്ങല സ്ഥാപിച്ച മുഗൾ രാജാവ്. ആവലാതി ചങ്ങല സ്ഥാപിച്ച മുഗൾ രാജാവ് ജഹാംഗീർ ആണ്. ജഹാംഗീർ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ മറ്റൊരു പേര് എന്തായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ മറ്റൊരു പേര് ജൂനാ ഖാൻ എന്നായിരുന്നു. ജൂനാ ഖാൻ. ക്രിക്കറ്റിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക. ക്രിക്കറ്റിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക വിസ്ഡൻ ആണ്. വിസ്ഡൻ. ജീവകം എയുടെ രാസനാമം എന്താണ്? ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. തൊട്ടുകൂടായ്മയെ നിരോധിച്ചുകൊണ്ടുള്ള ആക്ട് നിലവിൽ വന്നത് എന്ത്? തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള ആക്ട് നിലവിൽ വന്നത് 1955 ആണ്. 1955. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹർ. സുജാത വി മനോഹർ ആണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്. മതനവീകരണം ആരംഭിച്ചത് എവിടെയാണ്? മതനവീകരണം ആരംഭിച്ചത് എവിടെയാണ്? ജർമ്മനിയിൽ ആണ്. ജർമ്മനിയിൽ. അവസാന വിധി ലാസ്റ്റ് ജഡ്ജ്മെന്റ് ആരുടെ ചിത്രമാണ്? ലാസ്റ്റ് ജഡ്ജ്മെന്റ് ആരുടെ ചിത്രമാണ്? മൈക്കൽ ആഞ്ചലോ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനൽ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനൽ ഏതാണ്? CTV ആണ്. 1991 ആരംഭിച്ചത്. CTV 1991 ആരംഭിച്ചത്. 12th നൈറ്റ് ആരുടെ കൃതിയാണ്? 12th നൈറ്റ് ആരുടെ കൃതിയാണ്? വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറുടെ കൃതി. ഏറ്റവും മികച്ച ചലച്ചിത്രത്തിന് നൽകുന്ന അവാർഡ് സ്വർണ്ണകമൽ ആണ്. സ്വർണ്ണകമൽ. ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MT വത്സമ്മയാണ്. MT വത്സമ്മ. ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MT വത്സമ്മ ആണ്. സ്പ്രിന്റ് റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? സ്പ്രിന്റ് റാണി എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. സ്പ്രിന്റ് റാണി എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. പഗോ എന്നറിയപ്പെടുന്ന ഹോക്കി താരം. പഗോ എന്നറിയപ്പെടുന്ന ഹോക്കി താരം പർഗത് സിംഗ് ആണ്. പർഗത് സിംഗ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.